ഹായ് സുഹൃത്തുക്കളെ, റോബർട്ട് ഗ്രീനിന്റെ 48 റൂൾസ് എന്ന പുസ്തകത്തെക്കുറിച്ചും അതിലെ നിയമങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിയമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മിക്കതും കൂടുതൽ സാഹിത്യവും മറ്റും പരാമർശിക്കുന്നത് മൂലം ഒറ്റ വായനയിൽ മനസ്സിലാക്കാൻ നല്ല പ്രയാസമാണ്. മനസ്സിലാക്കിയാൽ തന്നെ കുറെ തെറ്റിദ്ധാരണ വരാൻ ഉള്ള സാധ്യതകൾ വളരെ അധികമാണ്. ബുക്കിന്റെ ഉള്ളടക്കത്തിലേക്ക് വരുന്ന മുന്നേ നമുക്ക് എഴുത്തുകാരനെ പറ്റി പറയാം. റോബർട്ട് ഗ്രീൻ ഒരു അമേരിക്കൻ എഴുത്തുകാരനാണ്. മനുഷ്യ സ്വഭാവം, അധികാരം, തന്ത്രങ്ങൾ, പ്രലോഭനം, യുദ്ധം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ചരിത്രപരമായ ഉദാഹരണങ്ങളും മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചകളും ഉപയോഗിച്ച് മനുഷ്യന്റെ പെരുമാറ്റരീതികളെയും സമൂഹത്തിലെ അധികാരബന്ധങ്ങളെയും വിശകലനം ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകമാണ് ദി 48 ലോ ഓഫ് പവർ, അധികാരത്തിന്റെ 48 നിയമങ്ങൾ. ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രചാരമുള്ള പുസ്തകമാണ്. അധികാരം നേടുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള 48 നിയമങ്ങളെക്കുറിച്ച് ഈ പുസ്തകം വിശദീകരിക്കുന്നു. ചരിത്രത്തിലെ പ്രമുഖരായ വ്യക്തികളുടെ ജീവിതത്തിലെ സംഭവങ്ങളിലൂടെയാണ് ഈ നിയമങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ പുസ്തകം പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഇത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ വായിക്കുകയും സ്വാധീനിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റോബർട്ട് ഗ്രീനിന്റെ പുസ്തകങ്ങൾ പലപ്പോഴും തന്ത്രപരവും ചിലപ്പോൾ വിവാദപരവുമാണെന്ന് പറയാറുണ്ട്. കാരണം അവ മനുഷ്യന്റെ ഇരുണ്ട വശങ്ങളെയും അധികാരത്തിനായുള്ള തന്ത്രങ്ങളെയും തുറന്നുകാട്ടുന്നു. എന്നിരുന്നാലും ആളുകളുടെ പെരുമാറ്റം മനസ്സിലാക്കുന്നതിനും സ്വന്തം ജീവിതത്തിൽ കൂടുതൽ ഫലപ്രദരാകുന്നതിനും ഈ പുസ്തകങ്ങൾ സഹായകമാണെന്ന് പലരും വിശ്വസിക്കുന്നു. അതിനാൽ നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഈ വീഡിയോയുടെ ആകെ ഉദ്ദേശം നിങ്ങൾ മറ്റുള്ളവരുടെ ആയുധമോ അടിമയോ ആവാതെ ഇരിക്കാനും ലോകത്തിന്റെ ഇരുണ്ട വശങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്താനും വേണ്ടി മാത്രം. മനുഷ്യശാസ്ത്രം വഴി നിങ്ങൾക്ക് പുരോഗമനം ഉണ്ടാവാനും കൂടുതൽ കാര്യപ്രാപ്തി ലഭിക്കാനും ഈ വീഡിയോ സഹായിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഉള്ളടക്കത്തിലേക്ക് കിടക്കാം. കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന തരത്തിലാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുപോലെയാണ്. ഓരോ കഥയുടെയും പാഠം വ്യക്തമാക്കിക്കൊണ്ട് പറയാം. റൂൾ 1: നെവർ ഔട്ട്ഷിൻ ദി മാസ്റ്റർ. മാസ്റ്ററെക്കാൾ തിളങ്ങരുത്. ഈ നിയമം നമ്മളെ പതിപ്പിക്കുന്നത് നമ്മളെ പഠിപ്പിക്കുന്നവരോ നമ്മളെ നയിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ളവരോ. ഉദാഹരണത്തിന് അച്ഛനമ്മമാർ, ടീച്ചർമാർ, ബോസ് എന്നിവർ ഉള്ളപ്പോൾ അവരെക്കാൾ വലിയ ആളാകാൻ നമ്മൾ ശ്രമിക്കരുത് എന്നതാണ്. നമ്മൾ അവരുടെ കഴിവുകളെ ബഹുമാനിക്കുകയും അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും വേണം. എല്ലാവർക്കും അവരുടെ ഉള്ളിൽ ഒരു അഹങ്കാരം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നേറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെക്കാൾ കഴിവ് ഉള്ളതായി കാണിക്കരുത്. കാണിച്ചാൽ വഴിയെ പറയുന്ന കഥ പോലെ ആവും ജീവിതം. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മുന്നോട്ട് പോകാനും സാധിക്കും. നിങ്ങളുടെ പഴയ ചില ഓർമ്മകൾ നമുക്ക് പരിശോധിച്ചാൽ കുറെ ഉത്തരം കിട്ടും. നമുക്ക് കുറച്ചു ഉദാഹരണം നോക്കാം. മനുഷ്യമനസ്സുകൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം കഥ ആയതുകൊണ്ടും ആരെയും എങ്ങനെയും വിമർശിക്കാൻ പറ്റുന്നത് കൊണ്ടും കഥ വഴി പറയാം. കഥ 1. ഈ കഥ തീർത്തും പഠിക്കുന്ന കുട്ടികളെയും കല, കായികം പോലെ ഉള്ള ഫീൽഡിൽ ജോലി ചെയ്യുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. കഥ: ചിത്രകാരനും മിടുക്കൻ ശിഷ്യനും. ഒരിടത്ത് വളരെ പ്രശസ്തനായ ഒരു ചിത്രകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണാൻ ആളുകൾ ദൂരെ ദിക്കുകളിൽ നിന്നുപോലും എത്തിയിരുന്നു. ഈ ചിത്രകാരന് വരക്കാൻ വളരെ കഴിവുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. ശിഷ്യന്റെ കൈകളിൽ മാന്ത്രികതയുണ്ടെന്ന് തോന്നിപ്പോകും, അത്ര മനോഹരമായി അവൻ ചിത്രങ്ങൾ വരച്ചു. ചിലപ്പോൾ ഗുരു വരക്കുന്നതിനേക്കാൾ ഭംഗിയായി അവന്റെ ചിത്രങ്ങൾ തോന്നി. ഒരു ദിവസം ഗുരു ഒരു വലിയ ചുമരിലായി ഒരു ചിത്രം വരക്കുകയായിരുന്നു. അത് വലിയൊരു സമ്പന്നന് വേണ്ടിയുള്ള ചിത്രമായിരുന്നു. അതിൽ പല ഭാഗങ്ങളും വരക്കാനുണ്ടായിരുന്നു. ഗുരു തിരക്കിലായിരുന്നപ്പോൾ ശിഷ്യനോട് ഒരു ചെറിയ ഭാഗം മാത്രം വരക്കാൻ ആവശ്യപ്പെട്ടു. ശിഷ്യൻ വളരെ സൂക്ഷ്മതയോടെ തന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ആ ഭാഗം വരച്ചു തീർത്തു. അത് ഗുരു വരച്ചതിനേക്കാൾ കൂടുതൽ ജീവനുള്ളതായി തോന്നി. ആളുകൾ ആ ഭാഗം കണ്ട് അത്ഭുതപ്പെട്ടു. എന്തൊരു ഭംഗിയായി ആണ് ഈ ഭാഗം വരച്ചത്. ഇത് ആരാണ് വരച്ചത് എന്ന് ചോദിച്ചു. ഗുരു ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചെറിയ വിഷമം തോന്നി. തന്റെ ശിഷ്യൻ തന്നെക്കാൾ മിടുക്കനാണെന്ന് ആളുകൾ വിചാരിച്ചാൽ തന്റെ സ്ഥാനത്തിന് എന്ത് സംഭവിക്കും എന്ന് അദ്ദേഹം ഭയന്നു. പിറ്റേ ദിവസം രാവിലെ ഗുരു ആരോടും പറയാതെ ശിഷ്യൻ വരച്ച ആ ഭാഗം മായച്ചുകളഞ്ഞു. എന്നിട്ട് ഇതൊരു തെറ്റായ വരയാണ്, ഇവിടെ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്ന് പറഞ്ഞു. ശിഷ്യന് ആദ്യം കാര്യം മനസ്സിലായില്ല. പിന്നീട് ഗുരുവിന്റെ മുഖത്തെ ഭാവവും ഗുരു അവനെ ശ്രദ്ധിക്കുന്നത് കുറഞ്ഞതും കണ്ടപ്പോൾ അവന് കാര്യം മനസ്സിലായി. ഈ കഥയിലെ പാഠം: നമ്മളെ പഠിപ്പിക്കുന്ന ആളുകളെക്കാൾ മിടുക്കരാണെന്ന് കാണിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് വിഷമമുണ്ടാകാനും പിന്നീട് നമ്മളോട് ദേഷ്യം തോന്നാനും സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും അവരെ ബഹുമാനിക്കുകയും
അവരെക്കാൾ മുന്നിൽ വരാൻ ശ്രമിക്കാതിരിക്കുകയും വേണം. അപ്പോൾ അവർ നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടും. കഥ 2 പാചകക്കാരനും പുതിയ സഹായിയും. ഒരു കൊട്ടാരത്തിൽ വളരെ പേരെടുത്ത ഒരു പാചകക്കാരൻ ഉണ്ടായിരുന്നു. രാജാവിനും രാജ്ഞിക്കും അദ്ദേഹത്തിന്റെ ഭക്ഷണം വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം പാചകം പഠിക്കാൻ മിടുക്കനായ ഒരു പുതിയ സഹായി വന്നു. ഈ സഹായിക്ക് പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാനും അതിൽ പരീക്ഷണങ്ങൾ നടത്താനും വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം രാജാവിന്റെ വലിയൊരു വിരുന്ന് നടക്കുകയായിരുന്നു. പാചകക്കാരൻ തലേദിവസം മുതൽ ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി. സഹായിയും അദ്ദേഹത്തെ സഹായിച്ചു. വിരുന്ന് തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് സഹായി സ്വന്തമായി ഒരു പുതിയ മധുര പലഹാരം ഉണ്ടാക്കി. അത് വളരെ മനോഹരവും വ്യത്യസ്തവുമായിരുന്നു. അദ്ദേഹം അത് പാചകക്കാരനോട് പറയാതെ രാജാവിന്റെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു. വിരുന്നിൽ വന്ന എല്ലാവർക്കും ആ പലഹാരം വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ആരാണ് ഉണ്ടാക്കിയത്? എന്തൊരു രുചി എന്ന് എല്ലാവരും ചോദിച്ചു. പാചകക്കാരൻ ഉണ്ടാക്കിയ മറ്റു വിഭവങ്ങളെക്കാൾ കൂടുതൽ പ്രശംസ ആ പുതിയ മധുരത്തിന് ലഭിച്ചു. പാചകക്കാരന് ഇത് കണ്ടപ്പോൾ അസൂയയും ദേഷ്യവും തോന്നി. തന്റെ പേരാണ് പാചകക്കാരൻ എന്ന നിലയിൽ അറിയപ്പെടേണ്ടത്, അല്ലാതെ ഈ സഹായിയുടെ പേരല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. പിറ്റേ ദിവസം മുതൽ പാചകക്കാരൻ ആ സഹായിക്ക് പഴയതും വളരെ എളുപ്പമുള്ളതുമായ ജോലികൾ മാത്രം കൊടുത്തു. ഉള്ളി അരിയുക, പാത്രങ്ങൾ കഴുകുക എന്നിങ്ങനെ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. സഹായിക്ക് പിന്നീട് മനസ്സിലായി, തന്റെ കഴിവുകൾ മാസ്റ്ററെക്കാൾ കൂടുതൽ കാണിച്ചതാണ് തനിക്ക് വിനയായതെന്ന്. ഈ കഥയിലെ പാഠം: നമ്മൾ ഒരു ടീമിന്റെ ഭാഗമായി ജോലി ചെയ്യുമ്പോൾ നമ്മളെ നയിക്കുന്നവരെക്കാൾ നമ്മൾ മുന്നിട്ട് നിന്നാൽ അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നാം. നമ്മൾ അവരെ സഹായിക്കുകയും അവരുടെ ജോലികളെ അഭിനന്ദിക്കുകയും വേണം, അല്ലാതെ അവരെക്കാൾ വലിയ ആളാകാൻ ശ്രമിക്കരുത്. കഥ 3. തോട്ടക്കാരനും സഹായിയും. ഒരു വലിയ പൂന്തോട്ടം നോക്കി നടത്തുന്ന വളരെ ക്ഷമയും അറിവുമുള്ള ഒരു തോട്ടക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചെടികളെപ്പറ്റി എല്ലാം അറിയാമായിരുന്നു. പുതിയതായി വളരെ വേഗത്തിൽ ജോലികൾ ചെയ്യുന്ന ഒരു സഹായി വന്നു. സഹായിക്ക് വേഗത്തിൽ എല്ലാം തീർക്കാനായിരുന്നു ഇഷ്ടം. ഒരു ദിവസം തോട്ടക്കാരൻ പതിയെ ഓരോ ചെടിക്കും ആവശ്യമായ ശ്രദ്ധ നൽകി തന്റെ പ്രിയപ്പെട്ട റോസാ ചെടികൾ നട്ടുപിടിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം വളരെ ശ്രദ്ധയോടെയാണ് ഓരോ ചെടിയും മണ്ണിൽ വെച്ചത്. സഹായി ഇത് കണ്ടപ്പോൾ തന്റെ കഴിവ് കാണിക്കാൻ വേണ്ടി തോട്ടക്കാരന്റെ അടുത്ത് പോയി അതിനേക്കാൾ വേഗത്തിൽ ഒരുപാട് ചെടികൾ നട്ടുപിടിപ്പിച്ചു. ഒരു മണിക്കൂറിനുള്ളിൽ സഹായി ഒരുപാട് ചെടികൾ നട്ടുതീർത്തു, തോട്ടക്കാരൻ ചെയ്തതിന്റെ ഇരട്ടി വേഗത്തിൽ. തോട്ടക്കാരൻ ഇത് കണ്ടപ്പോൾ സന്തോഷിച്ചില്ല. അദ്ദേഹം സഹായിയെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു, നീ ഇത്ര വേഗത്തിൽ ചെയ്താൽ ചെടികൾക്ക് മുറിവേൽക്കും, അവ വളരില്ല. ഓരോ ചെടിക്കും അതിൻ്റെതായ സമയം വേണം. സഹായിക്ക് താൻ ചെയ്തത് തെറ്റായിപ്പോയെന്ന് മനസ്സിലായി. താൻ മാസ്റ്ററെക്കാൾ വേഗത്തിൽ ജോലി ചെയ്ത് മാസ്റ്ററുടെ രീതി തെറ്റാണെന്ന് കാണിക്കാൻ ശ്രമിച്ചതാണ് തെറ്റെന്ന് അവന് ബോധ്യപ്പെട്ടു. അതിനുശേഷം അയാൾ തന്റെ വേഗത കുറച്ച് തോട്ടക്കാരന്റെ കൂടെ നിന്ന് കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെയാണ് ക്ഷമയോടെ ചെടികളെ പരിപാലിക്കേണ്ടതെന്നും എങ്ങനെയാണ് അവരെ സ്നേഹിക്കേണ്ടതെന്നും അവൻ പഠിച്ചു. ഈ കഥയിലെ പാഠം: വേഗത്തിൽ ഒരു കാര്യം ചെയ്യുന്നത് എല്ലായ്പ്പോഴും നല്ലതാണെന്ന് അർത്ഥമില്ല. നമ്മളെ പഠിപ്പിക്കുന്നവരുടെ അനുഭവജ്ഞാനം നമ്മൾ ബഹുമാനിക്കണം. അവരെക്കാൾ മികച്ചതാണെന്ന് കാണിക്കാൻ ശ്രമിക്കാതെ അവരിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. കഥ 4. വണ്ടിക്കാരനും മിടുക്കൻ കുതിരയും. പണ്ട് ആളുകൾ യാത്ര ചെയ്യാൻ വണ്ടികളെയും കുതിരകളെയും ആശ്രയിച്ചിരുന്നു. ഒരു വണ്ടിക്കാരന് ഏറ്റവും നല്ല വേഗത്തിൽ ഓടുന്ന ഒരു കുതിരയുണ്ടായിരുന്നു. ആ കുതിരയെക്കുറിച്ച് വണ്ടിക്കാരൻ എപ്പോഴും അഭിമാനിച്ചിരുന്നു. ഒരു ദിവസം വണ്ടിക്കാരൻ വേറെ വണ്ടിക്കാരോട് തന്റെ കുതിരയുടെ വേഗയെക്കുറിച്ച് വീമ്പിളക്കി. എന്റെ കുതിരയെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അയാൾ പറഞ്ഞു. മറ്റേ വണ്ടിക്കാരൻ ഇത് കേട്ട് വെല്ലുവിളിച്ചു. നമുക്കൊരു ഓട്ടമത്സരം നടത്താം, അയാൾ പറഞ്ഞു. ഓട്ടമത്സരം തുടങ്ങി. വണ്ടിക്കാരൻ കുതിരയോട്ട് പതിയെ ഓടാൻ ആജ്ഞാപിച്ചു. എന്നാൽ കുതിര വണ്ടിക്കാരന്റെ നിർദ്ദേശമില്ലാതെ തന്നെ വേഗത്തിൽ ഓടി മുന്നിലെത്തി. അത് മറ്റെല്ലാ കുതിരകളെയും പിന്നിലാക്കി വിജയിച്ചു. കുതിരക്ക് താൻ വിജയിച്ചതിൽ സന്തോഷം തോന്നി, പക്ഷേ വണ്ടിക്കാരന് വലിയ ദേഷ്യം വന്നു. ഞാൻ പറയാതെ എന്തിനാണ് ഇത്ര വേഗം ഓടിയത്? എന്റെ വാക്ക് നീ കേട്ടില്ലല്ലോ എന്ന് വണ്ടിക്കാരൻ കുതിരയോട്ട് ചോദിച്ചു. കുതിരക്ക് സങ്കടമായി. താൻ വിജയിച്ചപ്പോൾ യജമാനൻ സന്തോഷിക്കുമെന്ന് അത് കരുതി. പക്ഷേ വണ്ടിക്കാരന്റെ അധികാരം കുതിര ചോദ്യം ചെയ്തതുപോലെയായി. വണ്ടിക്കാരൻ പിന്നീട് ആ കുതിരയെ അധികം മത്സരങ്ങൾക്ക് കൊണ്ടുപോയില്ല. ഈ കഥയിലെ പാഠം: നമ്മൾ ഒരു ടീമിന്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ നേതാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടത് പ്രധാനമാണ്. നമ്മൾ അവരുടെ അധികാരം ചോദ്യം ചെയ്യാനോ അവരെക്കാൾ മിടുക്കരാണെന്ന് കാണിക്കാനോ ശ്രമിച്ചാൽ അവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. കഥ 5. കളിമൺ ശില്പിയും പുതിയ ശിഷ്യനും. ഒരിടത്ത് വളരെ പ്രശസ്തനായ ഒരു കളിമൺ ശില്പി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൈകളിൽ കളിമണ്ണ് മനോഹരമായ രൂപങ്ങളായി മാറുമായിരുന്നു. അദ്ദേഹത്തിന് ഒരു പുതിയ ശിഷ്യൻ വന്നു. ശിഷ്യൻ വളരെ വേഗത്തിൽ മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. അവന്റെ കൈകൾക്ക് നല്ല വഴക്കമുണ്ടായിരുന്നു. ഒരു ദിവസം ഗുരു ഒരു ബുദ്ധിമുട്ടുള്ള ശില്പം ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് വളരെ നേരം എടുക്കുന്ന ജോലിയായിരുന്നു. ഗുരുവിന് പലപ്പോഴും തെറ്റുകൾ പറ്റി.
ശിഷ്യൻ ഇത് കണ്ടപ്പോൾ ഗുരുവിനെ സഹായിക്കാൻ വേണ്ടി അതേ ശില്പം നിസ്സാരമായി ഉണ്ടാക്കി കാണിച്ചു. അവന്റെ വേഗതയും കൃത്യയും കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. പക്ഷേ ഗുരുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഗുരുവിന്റെ മനസ്സിൽ ഒരുതരം അപമാനം തോന്നി. നീ എന്റെ വഴിയെ പോകണം, എന്റെ അനുവാദം കൂടാതെ നിനക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ അനുവാദമില്ല എന്ന് ഗുരു പറഞ്ഞു. ശിഷ്യൻ പിന്നീട് തന്റെ കഴിവുകൾ സ്വയം ഒളിപ്പിച്ചു വെച്ച് ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ മാത്രം അനുസരിച്ച് മുന്നോട്ട് പോയി. ഈ കഥയിലെ പാഠം: നമ്മളെ പഠിപ്പിക്കുന്നവരോട് നമ്മൾ ബഹുമാനം കാണിക്കണം. അവരുടെ സ്ഥാനത്തെ നമ്മൾ അംഗീകരിക്കണം. അവരെക്കാൾ വേഗത്തിൽ പഠിച്ചെന്നോ അവരെക്കാൾ നല്ലതാണെന്നോ കാണിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല. അത് ചിലപ്പോൾ അവരുടെ അതൃപ്തിക്ക് കാരണമായേക്കാം. കഥ 6: നഗരത്തിലെ മേയറും യുവ എഞ്ചിനീയറും. ഒരു നഗരത്തിൽ പുതിയൊരു പാലം പണിയാൻ തീരുമാനിച്ചു. നഗരത്തിലെ മേയർ ആയിരുന്നു അതിന്റെ ചുമതലക്കാരൻ. അദ്ദേഹം താൻ ആലോചിച്ച ഒരു രൂപകൽപ്പനയുമായി മുന്നോട്ട് വന്നു. പുതിയതായി വന്ന ഒരു യുവ എഞ്ചിനീയർ വളരെ കഴിവുള്ളയാളായിരുന്നു. പാലത്തിന് കൂടുതൽ ഉറപ്പും ഭംഗിയുമുള്ള ഒരു പുതിയ രൂപകൽപ്പനയുമായി അയാൾ മേയറെ സമീപിച്ചു. അത് മേയർ തിരഞ്ഞെടുത്ത രൂപകൽപ്പനയേക്കാൾ മികച്ചതായിരുന്നു. യുവ എഞ്ചിനീയർ തന്റെ രൂപകൽപ്പന മേയറെ കാണിച്ചു. നഗരത്തിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കും ആ രൂപകൽപ്പന വളരെ ഇഷ്ടപ്പെട്ടു. ഇതാണ് നല്ലത് എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ മേയർക്ക് തന്റെ തീരുമാനം തെറ്റിപ്പോയല്ലോ എന്ന് തോന്നി. തന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം ഭയന്നു. യുവ എഞ്ചിനീയറുടെ കഴിവ് തന്റെ സ്ഥാനത്തിന് ഭീഷണിയാകുമെന്ന് അദ്ദേഹം കരുതി. അവസാനം മേയർ യുവ എഞ്ചിനീയറുടെ രൂപകൽപ്പന സ്വീകരിച്ചില്ല. പകരം തന്റെ പഴയ രൂപകൽപ്പന തന്നെ തിരഞ്ഞെടുത്തു. യുവ എഞ്ചിനീയർക്ക് വലിയ നിരാശയായി. അവന്റെ നല്ല ആശയം തന്റെ മേയറെക്കാൾ മിടുക്കനാണെന്ന് കാണിക്കാൻ ശ്രമിച്ചതുകൊണ്ട് തിരസ്കരിക്കപ്പെട്ടു. ഈ കഥയിലെ പാഠം: നല്ല ആശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ അവതരിപ്പിക്കേണ്ടത് പ്രധാനമാണ്. നമ്മളുടെ മേലുദ്യോഗസ്ഥന്റെ സ്ഥാനം മാനിക്കാതെ അവരെക്കാൾ മിടുക്കരാണെന്ന് കാണിച്ചാൽ ചിലപ്പോൾ നമ്മുടെ നല്ല ആശയങ്ങൾ പോലും സ്വീകരിക്കപ്പെടാതെ പോകാം. കഥ 7: മാന്ത്രികനും ശിഷ്യനും. ഒരു വിദൂര ഗ്രാമത്തിൽ അത്ഭുതങ്ങൾ കാട്ടുന്ന ഒരു മാന്ത്രികൻ ഉണ്ടായിരുന്നു. ആളുകൾ അദ്ദേഹത്തിന്റെ മാന്ത്രിക വിദ്യകൾ കാണാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നും വന്നിരുന്നു. അദ്ദേഹത്തിന് പുതിയ ഒരു ശിഷ്യനുണ്ടായി. ശിഷ്യൻ വളരെ വേഗത്തിൽ മാന്ത്രിക വിദ്യകൾ പഠിച്ചു. അവന്റെ ഓർമ്മശക്തിയും വേഗതയും അതിശയകരമായിരുന്നു. ഒരു ദിവസം മാന്ത്രികൻ ഒരു വലിയ പ്രകടനം നടത്തുകയായിരുന്നു. ആളുകൾ നിറഞ്ഞിരുന്നു. മാന്ത്രികൻ ഓരോ വിദ്യയും കാണിച്ച് കയ്യടി വാങ്ങുമ്പോൾ ശിഷ്യന് സ്വന്തമായി ഒരു പുതിയ വിദ്യ കാണിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്താൻ തോന്നി. അവൻ മാന്ത്രികനോട് പറയാതെ ഒരു വലിയ മാന്ത്രിക വിദ്യ കാട്ടി. ആളുകൾ മാന്ത്രികനേക്കാൾ കൂടുതൽ ശിഷ്യനെ അഭിനന്ദിച്ചു. ഇവൻ എന്തൊരു മിടുക്കനാണ് എന്ന് അവർ പറഞ്ഞു. മാന്ത്രികന് വലിയ ദേഷ്യം വന്നു. തന്റെ പ്രകടനത്തിൽ താനാണ് കേന്ദ്രബിന്ദു ആക്കേണ്ടത്, അല്ലാതെ ശിഷ്യനല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. ഇത് എന്റെ പ്രകടനമാണ്, നിനക്ക് സ്വന്തമായി വിദ്യകൾ കാണിക്കാൻ അനുവാദമില്ല എന്ന് മാന്ത്രികൻ കോപത്തോടെ പറഞ്ഞു. ശിഷ്യന് താൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയെന്ന് മനസ്സിലായി. അതിനുശേഷം മാന്ത്രിക വിദ്യകൾ പഠിച്ചെങ്കിലും മാന്ത്രികന്റെ മുന്നിൽ അത് പ്രകടിപ്പിക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. ഈ കഥയിലെ പാഠം: നമ്മൾ ഒരു പരിപാടിയുടെയോ പ്രോജക്റ്റിന്റെയോ ഭാഗമാകുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തിയേക്കാൾ കൂടുതൽ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നത് ശരിയായ കാര്യമല്ല. അത് അവരുടെ ദേഷ്യത്തിന് കാരണമായേക്കാം. കഥ 8: സംഗീതജ്ഞനും യുവഗായകനും. ഒരു പ്രശസ്ത സംഗീതജ്ഞൻ ഒരു വലിയ സംഗീത സംഘത്തിന് നേതൃത്വം നൽകി. അദ്ദേഹത്തിന് മനോഹരമായ ശബ്ദമുള്ള ഒരു യുവ ഗായകനെ തന്റെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചു. യുവ ഗായകന് സംഗീതത്തോടുള്ള അഭിനിവേശം വളരെ വലുതായിരുന്നു. ഒരു ദിവസം ഒരു വലിയ സംഗീത പരിപാടി നടക്കുകയായിരുന്നു. സ്റ്റേജിൽ പാടുമ്പോൾ യുവ ഗായകൻ സംഗീതജ്ഞനേക്കാൾ ഉച്ചത്തിൽ പാടി തന്റെ ശബ്ദം കൂടുതൽ കേൾപ്പിക്കാൻ ശ്രമിച്ചു. അവന്റെ ശബ്ദം മനോഹരമായിരുന്നതുകൊണ്ട് ആളുകൾ അവനെ ശ്രദ്ധിച്ചു, കൂടുതൽ കൈയടിച്ചു. സംഗീതജ്ഞനേക്കാൾ കൂടുതൽ ശ്രദ്ധ യുവ ഗായകന് ലഭിച്ചു. സംഗീതജ്ഞന് ഇത് ഇഷ്ടപ്പെട്ടില്ല. തന്റെ സംഗീത സംഘത്തിൽ താനാണ് ഏറ്റവും പ്രധാനപ്പെട്ടയാൾ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. യുവ ഗായകൻ തന്നെക്കാൾ മുന്നിൽ വരാൻ ശ്രമിച്ചതായി അദ്ദേഹത്തിന് തോന്നി. പിറ്റേ ദിവസം മുതൽ സംഗീതജ്ഞൻ യുവ ഗായകന് വളരെ ചെറിയ വരികൾ മാത്രം പാടാൻ അനുവദിച്ചു. അവന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകാതെയായി. ഈ കഥയിലെ പാഠം: ഒരു സംഘത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് കഴിവുണ്ടെങ്കിൽ പോലും നമ്മളെ നയിക്കുന്നവരുടെ സ്ഥാനത്തെ ബഹുമാനിക്കണം. അവരെക്കാൾ മുന്നിൽ വരാൻ ശ്രമിക്കാതെ അവരുടെ കൂടെ നിന്ന് ജോലി ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. കഥ 9: കളരി ഗുരുവും മിടുക്കൻ കുട്ടിയും. കേരളത്തിൽ വളരെ പ്രശസ്തനായ ഒരു കളരി ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കളരിയിൽ ദൂരെ ദിക്കുകളിൽ നിന്ന് കുട്ടികൾ കളരി പഠിക്കാൻ വരുമായിരുന്നു. അദ്ദേഹത്തിന് വളരെ മിടുക്കനായ ഒരു ശിഷ്യനുണ്ടായി. ആ കുട്ടി വളരെ വേഗത്തിൽ എല്ലാ അഭ്യാസങ്ങളും പഠിച്ചു. അവന്റെ ഓർമ്മശക്തിയും ചടുലയും ഗുരുവിനെ അത്ഭുതപ്പെടുത്തി. ഒരു ദിവസം ഗുരു കളരി അഭ്യാസം കാണിക്കുമ്പോൾ
കുട്ടി ഗുരുവിനേക്കാൾ മനോഹരമായി അതേ അഭ്യാസം കാണിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അവന്റെ ചലനങ്ങൾ വളരെ കൃത്യവും വേഗത്തിലുമായിരുന്നു. ആളുകൾ കുട്ടിയെ അഭിനന്ദിച്ചു. ഈ കുട്ടി ഗുരുവിനേക്കാൾ മിടുക്കനാണല്ലോ എന്ന് അവർ പറഞ്ഞു. ഗുരുവിന് ചെറിയ വിഷമം തോന്നി. തന്റെ സ്ഥാനത്തിന് കോട്ടം തട്ടിയതായി അദ്ദേഹത്തിന് തോന്നി. നീ ഇത് വളരെ വേഗത്തിൽ പഠിച്ചു, പക്ഷേ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. എന്റെ അഭ്യാസങ്ങൾക്ക് ഒരുപാട് വർഷത്തെ അനുഭവമുണ്ട് എന്ന് ഗുരു പറഞ്ഞു. കുട്ടി പിന്നീട് തന്റെ കഴിവുകൾ ഗുരുവിന്റെ മുന്നിൽ അധികം കാണിക്കാതെ ഗുരുവിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോയി. ഈ കഥയിലെ പാഠം: നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നവരെക്കാൾ വേഗത്തിൽ പഠിച്ചെന്ന് കരുതി അവരെക്കാൾ വലിയ ആളാകാൻ ശ്രമിക്കരുത്. അവരുടെ അനുഭവവും അറിവും നമ്മൾ ബഹുമാനിക്കണം. കഥ 10. സ്കൂളിലെ പ്രധാനാധ്യാപികയും മിടുക്കി ടീച്ചറും. ഒരു സ്കൂളിൽ വളരെ കഴിവുള്ള ഒരു പ്രധാനാധ്യാപിക ഉണ്ടായിരുന്നു. സ്കൂളിലെ കാര്യങ്ങൾ അവർ വളരെ നന്നായി നോക്കി നടത്തി. പുതിയതായി വളരെ നല്ലൊരു ടീച്ചർ വന്നു. അവർ വളരെ നല്ല രീതിയിൽ ക്ലാസുകൾ എടുത്തു. കുട്ടികൾക്ക് അവരെ വലിയ ഇഷ്ടമായി. അവരുടെ പഠിപ്പിക്കാനുള്ള കഴിവ് വളരെ മികച്ചതായിരുന്നു. ഒരു ദിവസം പ്രധാനാധ്യാപിക ഒരു മീറ്റിംഗിൽ സ്കൂളിനെ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പുതിയ ടീച്ചർ വളരെ നല്ല ഒരു ആശയം പറഞ്ഞു. അത് പ്രധാനാധ്യാപികയുടെ ആശയത്തേക്കാൾ മികച്ചതായിരുന്നു. ഈ ആശയം വളരെ മികച്ചതാണ്. ഇത് നടപ്പിലാക്കണം എന്ന് മറ്റ് ടീച്ചർമാർ പറഞ്ഞു. എല്ലാവരും ടീച്ചറുടെ ആശയത്തെ അഭിനന്ദിച്ചു. പ്രധാനാധ്യാപികക്ക് ചെറിയ നീരസം തോന്നി. തന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെട്ടതായി അവർക്ക് തോന്നി. തന്റെ സ്കൂളിൽ താനാണ് ഏറ്റവും മികച്ച ആശയം കൊണ്ടുവരേണ്ടത് എന്ന് അവർ വിചാരിച്ചു. പിന്നീട് പ്രധാനാധ്യാപിക പുതിയ ടീച്ചർക്ക് അധികം ചുമതലകൾ നൽകാതെയായി. മീറ്റിംഗുകളിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് അധികം പ്രാധാന്യം നൽകാതെയായി. ടീച്ചർക്ക് താൻ ഒരുപാട് മിടുക്ക് കാണിച്ചതാണ് പ്രശ്നമെന്ന് മനസ്സിലായി. ഈ കഥയിലെ പാഠം: നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ കഴിവുകൾ കാണിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ നമ്മളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയേക്കാം. അവരെ ബഹുമാനിച്ച് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ഈ കഥകൾ നെവർ ഔട്ട്ഷൈൻ ദി മാസ്റ്റർ എന്ന നിയമം എന്തിനാണ് പ്രാധാന്യമർഹിക്കുന്നതെന്നും അത് ജീവിതത്തിൽ എങ്ങനെ ബാധിക്കാമെന്നും കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു.